ബ്രാൻഡോഡിയിൽ സേഡി സിംഗ് ചെയ്ത ജീൻ ഗ്രേയുടെ ക്യാരക്ടർ റിവീൽ ആയപ്പോൾ ആർക്കും അത് ആരാണെന്ന് മനസ്സിലായിട്ടില്ല. സോണി വളരെ സീക്രട്ടായി ഒളിപ്പിച്ചു വെച്ച ക്യാരക്ടർ ആയിരുന്നുവെങ്കിൽ പോലും നേരത്തെ എല്ലാവർക്കും അത് ജീൻ ഗ്രേ ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. മുൻപ് വന്ന എക്സ്മെൻ മൂവീസിലും കോമിക്സിലുമെല്ലാം ഉള്ള ഒരു പ്രധാന കഥാപാത്രമാണ് ഒമേഗ ലെവൽ മ്യൂട്ടന്റ് ആയ ജീൻ ഗ്രേ. മാർവൽ യൂണിവേഴ്സിൽ ഏറ്റവും പവർഫുൾ ആയ മ്യൂട്ടൻസിൽ ഒരാളാണ് ജീൻ ഗ്രേ. ടെലിപ്പതി, ടെലികൈനസിസ്, ഫീനിക്സ് വോയ്സ് ഇവയെല്ലാം ജീൻ ഗ്രേ എന്ന ക്യാരക്ടറിനെ മാർവൽ യൂണിവേഴ്സിൽ തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ ഹൗസ് ആക്കുന്നു. പക്ഷേ ജീൻ ഗ്രേക്ക് ഈ പവേഴ്സ് എങ്ങനെ കിട്ടി? അവൾ ആരാണ്? ഫീനിക്സ് വോയ്സ് എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജീൻ ഗ്രേയുടെ ഒറിജിൻ സ്റ്റോറിയും അവളുടെ മെയിൻ പവേഴ്സും സിമ്പിൾ ആയി നോക്കാം. മാർവൽ ഫാൻസ് അസംബിൾ ഹിയർ. ജീൻ ഗ്രേ ന്യൂയോർക്കിൽ ജനിച്ച ഒരു മ്യൂട്ടന്റ് ആണ്. ചെറുപ്പത്തിൽ തന്നെ അവളുടെ മ്യൂട്ടന്റ് പവേഴ്സ് ആക്ടിവേറ്റ് ചെയ്തു. ജീനിന്റെ ചൈൽഡ്ഹുഡിൽ നടന്ന ട്രോമാറ്റിക് സംഭവമാണ് അവളുടെ പവേഴ്സ് കംപ്ലീറ്റ്ലി അവേക്കൻ ചെയ്യുന്നതിന് കാരണമായത്. അവളുടെ ക്ലോസ് ഫ്രണ്ടായ ആനി റിച്ചാർഡ്സൺ ഒരു ആക്സിഡന്റിൽ മരിക്കുന്നത് ജീൻ ഗ്രേ കണ്ടിരുന്നു. ആ സംഭവത്തിന്റെ ഇമോഷണൽ ഇമ്പാക്ട് വളരെ സ്ട്രോങ് ആയിരുന്നു. അതോടെ ജീനിന്റെ ടെലിപാത്തിക് പവേഴ്സ് പവർഫുൾ ആയി ഡെവലപ്പ് ചെയ്തു. ജീനിന്റെ പാരന്റ്സ് അവളുടെ അൺയൂഷ്വൽ അബിലിറ്റീസിനെ കുറിച്ച് കൺസേൺഡ് ആയപ്പോൾ അവളെ പ്രൊഫസർ ചാൾസ് സേവിയറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. സേവിയർ ജീനിന്റെ മൈൻഡിൽ പവർഫുൾ സൈക്കിക് അബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അവളുടെ പവേഴ്സ് കൺട്രോൾ ചെയ്യാൻ സേവിയർ ട്രെയിനിങ് നൽകി. പിന്നെ ജീൻ സേവിയറിന്റെ ഒറിജിനൽ സ്റ്റുഡൻസിൽ ഒരാളായി എക്സ്മെനിൽ ജോയിൻ ചെയ്തു. ജീൻ ഗ്രേയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് പവേഴ്സിൽ ഒന്നാണ് ടെലിപ്പതി. അവൾക്ക് മറ്റുള്ളവരുടെ ചിന്തകൾ റീഡ് ചെയ്യാനും അവരോട് സംസാരിക്കാനും കഴിയും. അവളുടെ ടെലിപ്പതി യൂസ് ചെയ്ത് ചിന്തകളെ ഡിറ്റക്ട് ചെയ്യാം. മെന്റൽ കമ്മ്യൂണിക്കേഷൻ നടത്താനും കഴിയും. മെമ്മറീസ് ആക്സസ് ചെയ്യാനും മെന്റൽ അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യാനും കഴിയും. ജീനിന്റെ ടെലിപ്പതിക് അബിലിറ്റി സാധാരണ മ്യൂട്ടൻസിനേക്കാൾ വളരെ പവർഫുൾ ആണ്. ജീൻ ഗ്രേക്ക് ടെലികൈനസിസ് പവേഴ്സും ഉണ്ട്. അതായത് അവൾക്ക് മൈൻഡ് യൂസ് ചെയ്ത് ഒബ്ജക്ട്സിനെ മൂവ് ചെയ്യാൻ സാധിക്കും. ചെറിയ ഒബ്ജക്ട്സ് മുതൽ വലിയ ഒബ്ജക്ട്സ് വരെ അവൾക്ക് ടെലികൈനറ്റിക്കലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കോംബാറ്റ് സിറ്റുവേഷനിൽ ജീൻ ഗ്രേ ടെലികൈനസിസ് യൂസ് ചെയ്ത് ശത്രുക്കളെ പുഷ് ചെയ്യാനും അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യാനും ഒബ്ജക്ട്സ് മാനിപ്പുലേറ്റ് ചെയ്യാനും കഴിയും. ഇനി ജീൻ ഗ്രേയുടെ സ്റ്റോറിയിലെ ഏറ്റവും ഫേമസ് പാർട്ടായ ഫീനിക്സ് വോയ്സ് ആണ്. ഫീനിക്സ് വോയ്സ് മാർവൽ യൂണിവേഴ്സിലുള്ള ഒരു ആൻഷ്യന്റ് കോസ്മിക് എൻറ്റിറ്റി ആണ്. ഫീനിക്സ് വോയ്സ് ജീൻ ഗ്രേ ആണ് തിരഞ്ഞെടുത്തത്. ജീനുമായി ബോണ്ട് ആകുകയും ചെയ്തു. ഫീനിക്സ് വോയ്സ് ജീനിന്റെ എക്സിസ്റ്റിംഗ് അബിലിറ്റീസിനെ അൺഇമാജിനബിൾ ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. അതോടെ ജീനിന്റെ ടെലിപ്പതിയും ടെലികൈനസിസും കോസ്മിക് പവേഴ്സും എല്ലാം മാസീവ് ലെവലിലേക്ക് എത്തുന്നു. ഫീനിക്സ് വോയ്സിന്റെ പവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ജീനിന്റെ അബിലിറ്റീസ് ഓൾമോസ്റ്റ് കോസ്മിക് സ്കെയിലിൽ എത്തുന്നു. അവൾക്ക് മാറ്ററും എനർജിയും മാനിപ്പുലേറ്റ് ചെയ്യാനും മാസീവ് എമൗണ്ട്സ് ഓഫ് എനർജി കൺട്രോൾ ചെയ്യാനും കഴിയും. ഫീനിക്സ് ജീൻ ഗ്രേ മാർവൽ യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുൾ ബീയിങ്സിൽ ഒരാളായി മാറുന്നു. പക്ഷേ ഈ പവർ വളരെ ഡേഞ്ചറസുമാണ്. ജീനിന്റെ ഇമോഷൻസും ഫീനിക്സ് വോയ്സിന്റെ വളരെ വലിയ പവേഴ്സും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് അവളുടെ സ്റ്റോറിയിലെ മേജർ തീംസിൽ ഒന്ന്. ജീൻ ഗ്രേ പവർഫുൾ ആകുന്നതിന്റെ മെയിൻ റീസൺ അവളുടെ മ്യൂട്ടൻസ് അബിലിറ്റീസ് മാത്രമല്ല, അവളുടെ പൊട്ടൻഷ്യൽ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ടെലിപ്പതിയും ടെലികൈനസിസും എന്ന കോമ്പിനേഷൻ തന്നെ എക്സ്ട്രീംലി പവർഫുൾ ആണ്. അതും കൂടാതെ ഫീനിക്സ് വോയ്സ് കൂടി വരുമ്പോൾ ജീൻ ഗ്രേന്റെ പവർ ഇൻക്രീസ് ആകുന്നു. ജീൻ ഗ്രേ ഒരു നോർമൽ മ്യൂട്ടന്റിൽ നിന്നും കോസ്മിക് ലെവൽ പവർ ഹൗസ് ആയി മാറുന്നു. അപ്പോൾ ഇതാണ് ജീൻ ഗ്രേയുടെ ഒറിജിൻ സ്റ്റോറിയും മേജർ പവേഴ്സും. ഇനി ജീൻ ഗ്രേയുടെ വീക്ക്നെസ് നോക്കാം. ഒരു ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് വരികയാണെങ്കിൽ ജീൻ ഗ്രേ അതിൽ തോൽക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇമോഷണലി വളരെ വീക്ക് ആണ് ജീൻ ഗ്രേ. പിന്നെ മ്യൂട്ടൻസിന്റെ പവർ സപ്രസ് ചെയ്യുന്ന ഒരു കോളർ ഉപയോഗിക്കുകയാണെങ്കിൽ ജീൻ ഗ്രേയുടെ പവർ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സ്പൈഡർമാൻ ബ്രാൻഡോഡിയിലും ഇതേപോലുള്ള ഒരു ഇൻഹിബിറ്റർ ഉപയോഗിച്ചാണ് ജീൻ ഗ്രേയുടെ പവർ സപ്രസ് ചെയ്യുന്നത്. ഈ MCUയിൽ ജീൻ ഗ്രേയുടെ ഒറിജിൻ കാണിച്ചിട്ടില്ല. എങ്ങനെയാണ് MCUയിൽ മ്യൂട്ടൻസ് വന്നത് എന്നൊന്നും പറയുന്നില്ല. MCUയിൽ ജീൻ ഗ്രേക്ക് സാറ എന്നൊരു സിസ്റ്റർ ഉണ്ട്. രണ്ടുപേർക്കും പവേഴ്സ് ഉള്ളത് കാരണം അവരെ അവരുടെ അമ്മ ഉപേക്ഷിക്കുന്നു. ജീൻ ഗ്രേക്കും സാറയ്ക്കും ടെലിപ്പതി പവേഴ്സ് ഉള്ളതായി കാണിക്കുന്നുണ്ട്. സാറയ്ക്ക് പവേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞ് അവളെ DODC പിടിച്ചുകൊണ്ടുപോവുകയും എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ സാറ മരിക്കുന്നു. സാറയെ ജീൻ ഗ്രേ അന്വേഷിച്ചു വരുമ്പോൾ സ്പൈഡർമാൻ അവളെ അറിയാതെ DODCക്ക് പിടിച്ചുകൊടുക്കുന്നു. DODC ആണ് സാറയുടെ മരണത്തിന് കാരണമെന്ന് അറിയുമ്പോൾ ആദ്യം വളരെ കുറച്ച് റേഡിയസിൽ മാത്രം പവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റിയിരുന്ന ജീനിന് ആ സിറ്റി മുഴുവൻ കൺട്രോൾ ചെയ്യുന്നു. അതോടൊപ്പം അവളുടെ ടെലികൈനസിസ് അബിലിറ്റിയും ആക്ടിവേറ്റ് ആകുന്നു. ജീൻ ഗ്രേക്ക് വേണമെങ്കിൽ ഈ ഒരു ലോകത്തിനെ തന്നെ തന്റെ പവേഴ്സ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ജീനിന് ഈ ഒരു മൂവിയിൽ ഡാർക്ക് ഫീനിക്സ് പവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് പേർ ജീൻ ഗ്രേയുടെ പവേഴ്സ് കാരണം അഫക്റ്റഡ് ആകുന്നുണ്ട്. MJയെ പോലും താഴേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നുണ്ട്. ജീൻ ഗ്രേയുടെ ഒറിജിൻ MCUയിൽ എന്താണെന്ന് പറയുന്നില്ല. അവൾക്ക് ജനിച്ചപ്പോഴാണോ പവേഴ്സ് ഉള്ളത് എന്നോ അതോ മറ്റേതെങ്കിലും കാരണമാണെന്നോ എന്നും പറയുന്നില്ല. ചില റൂമേഴ്സ് പ്രകാരം താനോസിന്റെയും ഹൾക്കിന്റെയും സ്നാപ്പ് കാരണമായിരിക്കും മ്യൂട്ടേഷൻ സംഭവിച്ച് എല്ലാവർക്കും പവേഴ്സ് കിട്ടുന്നത് എന്ന്. ഇത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ജീൻ ഗ്രേ മാർവൽ യൂണിവേഴ്സിൽ ഏറ്റവും കോംപ്ലക്സ് ആയ ക്യാരക്ടേഴ്സിൽ ഒരാളാണ്. അവൾ ഒരു എക്സ്മെൻ മെമ്പർ മാത്രമല്ല, ജീൻ ഗ്രേ മാർവലിലെ ഏറ്റവും സൈക്കിക് പവർ ഉള്ള ക്യാരക്ടറാണ്.
ഇതുപോലെ മാർവൽ ക്യാരക്ടേഴ്സിന്റെ ഒറിജിൻ സ്റ്റോറീസും പവേഴ്സും മലയാളത്തിൽ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാർവൽ മലയാളിയെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. That's all for today. See you in the next video.